നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. തീരദേശ മേഖലയായ ഇരവിപുരത്ത് കുടിവെള്ളമില്ല. 2 ആഴ്ചയായി ജനങ്ങൾ ദുരിതത്തിൽ. 300-ലധികം കുടുംബങ്ങൾ വെള്ളമില്ലാതെ വലയുന്നു. പമ്പ് സെറ്റിന്റെ തകരാറെന്ന് അധികൃതർ. മോഷണശ്രമം പരാജയപ്പെട്ടത് വിദേശത്തു നിന്നുള്ള മകളുടെ ഫോൺ വിളി. പത്തനാപുരം പുതുവലിലാണ് സംഭവം. വീട്ടുകാർ സമീപവാസികളെ വിളിച്ചു വരുത്തിയതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. ജനവാസ മേഖലയിൽ അറവു മാലിന്യം തള്ളുന്നു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് മാലിന്യം തള്ളുന്നത്. പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. ഇരവിപുരം തീരദേശ മേഖലയിൽ കുടിവെള്ളമില്ല. 2 ആഴ്ചയായി കുടിവെള്ളം കിട്ടാതെ വലയുകയാണ് തീരദേശവാസികൾ. 300-ലധികം കുടുംബങ്ങളാണ് ജലമില്ലാത്തതിനാൽ ദുരിതത്തിലായിട്ടുള്ളത്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ല എന്നതാണ് ഇവരുടെ പ്രധാന പ്രശ്നം. പ്രദേശത്തേക്ക് വെള്ളമെത്തിക്കുന്ന പമ്പ് സെറ്റിന്റെ തകരാറാണ് ജലദൗർലഭ്യത്തിന്റെ കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. നാളുകൊണ്ട് ഇവിടെ വെള്ളമില്ലാതെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഞങ്ങൾ കാശ് കൊടുത്ത് വെള്ളം മേടിക്കുന്നുണ്ട്. 6,000 രൂപയുടെ വെള്ളം വരെ ഞങ്ങൾ എടുത്തില്ല. ഞങ്ങൾക്ക് വെള്ളം വേണ്ട. വെള്ളമില്ലാതെ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലേ. വെള്ളമല്ലേ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന സാധനം. ഒന്നാമത് കടപ്പുറവും കരയും ഒന്നും ഇല്ലാതെ കിടക്കുന്നത്. ആ കൂട്ടത്തിൽ ഇതും കടം മേടിച്ചു കൊടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. 2 ആഴ്ചയായി കുടിവെള്ളമില്ലാത്തതിന്റെ ദുരിതം പേറുകയാണ് ഇരവിപുരം തെക്കുംഭാഗം തീരദേശ മേഖലയിലെ 300ഓളം വരുന്ന കുടുംബങ്ങൾ. പ്രദേശത്തേക്കുള്ള പമ്പ് സെറ്റ് തകരാറിലായതുകൊണ്ടാണ് കുടിവെള്ള വിതരണം മുടങ്ങിയതെന്നാണ് അധികൃതരുടെ വാദം. എന്നാൽ 2 ആഴ്ചയായിട്ടും പമ്പ് സെറ്റിന്റെ തകരാർ പരിഹരിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്തെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. മാസം കൊണ്ടേ വെള്ളമില്ല. മറ്റേത് അവര് ഒന്നരാടം വെച്ചെങ്കിലും വെള്ളം വരുമെന്ന് പറയുന്നെങ്കിലും അവര് വെള്ളം വിട്ടു തരുന്നില്ല. ഞങ്ങൾക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്. എത്ര മാസം കൊണ്ടേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് 1,200 രൂപ അടച്ചാണ് വെള്ളം, പ്രൈവറ്റ് വെള്ളം എടുത്തോണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ 1,200 അടച്ച് ഞങ്ങൾക്ക് അതിനുള്ള വരുമാനമില്ല. പിന്നെ ഇതിന്റെ മുമ്പ് ഇങ്ങനെയൊന്നും കടന്നില്ല. റോഡായാലും വെള്ളമായാലും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞങ്ങളെ 10,000 രൂപ അടച്ചാണ് വെള്ളം എടുത്തത്. അറിയാവേ, ചുമ്മാ സർജറി അല്ല അവിടെ കൊണ്ട് വെച്ചിരിക്കുന്ന. എന്താ വെള്ളം വിടാത്ത? കുടിവെള്ളം മുടങ്ങിയ സാഹചര്യത്തിൽ 2-3 ദിവസം കൂടുമ്പോൾ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ ഈ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നുണ്ട്. എന്നാൽ ഇത് വളരെ കുറച്ച് കുടുംബങ്ങൾക്ക് മാത്രമാണ് ലഭിക്കുന്നത്. വീണ്ടും വെള്ളം എത്തിക്കുന്ന വാഹനം എത്തണമെങ്കിൽ 2 ദിവസം കാത്തിരിക്കണം. ഈ സാഹചര്യത്തിൽ വലിയ വില കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ് ഇവിടെയുള്ളവർ. വെള്ളത്തിനായി പ്രദേശവാസികൾ നെട്ടോട്ടമോടുന്ന സാഹചര്യമാണ്. വോട്ട് തേടിയെത്തിയവരോടും ജനപ്രതിനിധികളോടുമെല്ലാം നിരവധി തവണ കുടിവെള്ള പ്രശ്നം ഇവർ ചൂണ്ടിക്കാട്ടി. ഉടൻ ശരിയാകും എന്ന മറുപടി മാത്രമാണ് ലഭിച്ചത്. എന്നാൽ നാളിതുവരെയും ഇവിടേക്ക് കുടിവെള്ളം എത്തിയിട്ടില്ല. വെള്ളമില്ലാഞ്ഞിട്ട് കുറച്ച് ദിവസമായ. അതുകൊണ്ട് ഞങ്ങൾക്ക് കിണറ്റിലെ വെള്ളം പറ്റി ഇപ്പൊ വെള്ളമില്ല. ആകെപ്പാടെ ബുദ്ധിമുട്ടി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വെള്ളത്തിന് ഒരു പരിഹാരം കണ്ടെത്താം. ഇന്ന് 5-6 ദിവസമായി കുടിക്കാൻ പോലും വെള്ളം കിട്ടുന്നില്ല. ഞങ്ങൾ അപ്പുറത്തുനിന്നൊക്കെ വെള്ളം മേടിച്ച് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും ഒരിടത്ത് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വെള്ളത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. അതിനാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഈ ചൂടും പൊടിച്ച് റോട്ടിലെ പൊടിയും തിന്ന് ഇന്ന് ഓരോരുത്തരും ഒരു പരുവായി. വീട്ടിൽ ഒന്നിനും കിട്ടുന്നില്ല. ഞങ്ങൾ നാടുതോറും നടന്ന് 1 കുടം തരുമോ 2 കുടം തരുമോ എന്ന് കൊള്ളക്കണ്ണുള്ളവരുടെ വീട്ടുകളിൽ ചെന്ന വെള്ളം മേടിക്കുന്നത്. അവർ ചിലപ്പോൾ 2 കുടം തരും, 3 കുടം തരും. അതിന്റെ അപ്പുറത്തോട്ടൊന്നും അവർ തരത്തില്ല. പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ വണ്ടി കൊണ്ട് തരും. എത്രയും പെട്ടെന്ന് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ 2 ആഴ്ച കൂടുതലായിട്ട് ഇവിടെ തീരദേശ മേഖലയിൽ വെള്ളമില്ല. കാരണം അന്വേഷിച്ചപ്പോഴ് കൗൺസിലറിനെ വിളിച്ചപ്പോഴ് വെള്ളം വരുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ വെള്ളം വരുന്നില്ല. വാക്കുകൾ മാത്രമേ വന്നോണ്ടിരിക്കുന്നുള്ളൂ വെള്ളം വരുമെന്നുള്ളത്. പിന്നീട് നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചപ്പോഴത്തേന് ഇരവിടുത്തെ പമ്പ് ചീത്തയെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് പമ്പ് 2 ആഴ്ച കൂടുതലായിട്ട് ചീത്തയായിട്ടും അത് ശരിയാക്കാനായിട്ട് എന്തുകൊണ്ട് താമസം എടുക്കും എന്നാണ് അറിയിക്കുന്നത്. ഈ ചൂട് സമയത്ത് ഈ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ജനങ്ങൾ അത്രയേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോൺഗ്രസ് നേതാവ് ശൂരനാട് രാജശേഖരൻ അനുസ്മരണം കൊല്ലത്ത് നടത്തി. മേയർ AK ഹഫീസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വ്യാപരിച്ച മേഖലയിലെല്ലാം കഴിവ് തെളിയിച്ച നേതാവായിരുന്നു ഡോക്ടർ ശൂരനാട് രാജശേഖരൻ എന്ന കൊല്ലം മേയർ AK ഹഫീസ് അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് നേതാവായിരുന്ന ഡോക്ടർ ശൂരനാട് രാജശേഖരന്റെ 1ാമത് ചരമവാർഷിക അനുസ്മരണം
കൊല്ലം പ്രസ് ക്ലബ്ബിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം പ്രസ് ക്ലബ്ബ്, സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണം സംഘടിപ്പിച്ചത്. നമ്മുടെ ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ നടത്തുക എന്ന് പറയുന്നത് വലിയൊരു പ്രധാനപ്പെട്ട വിഷയം. വലിയ ജനശ്രദ്ധ ആകർഷിച്ച ധാരാളം ആളുകൾ പങ്കെടുത്ത, വാണി ജയറാം ഉൾപ്പെടെയുള്ള സംഗീത രംഗത്തുള്ള വലിയ പ്രസിദ്ധരായ ആളുകളൊക്കെ പങ്കെടുക്കുകയും ധാരാളം സിനിമാ നടന്മാരൊക്കെ പങ്കെടുത്ത പരിപാടി. ആ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സമയവും തൊട്ടടുത്ത് താഴെയുള്ള ക്യാൻറ്റീനിലെ, ഇന്ന് ക്യാൻറ്റീനിൽ ചായ ഇത് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി ചായ കുടിക്കുകയും നിരന്തരമായി അവിടെ ഉണ്ടായിരുന്നൊരു ബന്ധമാണ് അദ്ദേഹത്തെ കൂടുതൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം, എനിക്ക് തോന്നുന്നു, എല്ലാ മേഖലകളിലും കടന്നുപോയി എന്നുള്ളതാണ്. അദ്ദേഹം പത്രപ്രവർത്തന രംഗത്തായാലും പത്രപ്രവർത്തനം നിൽക്കുമ്പോൾ ചുരുങ്ങിയ കാലയളവ് എന്നിവിടെ സൂചിപ്പിച്ചതുപോലെ ആ കാലയളവിൽ അദ്ദേഹം ഇതിൻ്റെ പ്രസിഡന്റ് ആകാൻ കഴിയുന്നു. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സ്പോർട്സുകാരനായിരുന്നില്ലെങ്കിലും സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആകുന്നു. സഹകരണ രംഗത്ത് അദ്ദേഹം കീഴടക്കാത്ത മേഖലയില്ല. എല്ലാ സ്ഥലത്തും അദ്ദേഹം പോവുകയും എല്ലാ മേഖലയിൽ ചെന്നാലും ഒന്നാമതാകാൻ കഴിയുകയും, അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തന രംഗത്ത് ഇവിടെ രാവിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ പലരും സൂചിപ്പിച്ചതുപോലെ നിരവധി കുടുംബങ്ങളെ സഹായിക്കാൻ ഒരുപക്ഷെ പല നേതാക്കന്മാർക്കും കഴിഞ്ഞിട്ടില്ലാത്ത അത്ര വലിയ സേവന പ്രവർത്തനം എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാൻ നിരവധി നേതാക്കന്മാരുടെ മക്കൾക്ക് അല്ലെങ്കിൽ നേതാക്കളുടെ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ പല തരത്തിലുള്ള തൊഴിൽ വാങ്ങിക്കൊടുക്കാനും അവരുടെയൊക്കെ ജീവിതം വളരെ ഭംഗിയാക്കി കൊണ്ടുപോകാനും അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ കുടുംബം രാഷ്ട്രീയ പ്രവർത്തനത്തിനോടൊപ്പം കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുന്നതിലൊക്കെ വളരെ കൂടുതൽ അദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. ഭാഗ്യവശാൽ അദ്ദേഹത്തിന് പാർലമെന്ററി രംഗത്ത് അദ്ദേഹം ഒരു പരാജയമായിരുന്നു എന്നാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. SJFK ജില്ലാ പ്രസിഡന്റ് സുധീഷൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് P. രാജേന്ദ്രപ്രസാദ്, UDF ജില്ലാ ചെയർമാൻ KC രാജൻ, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് D. ജയകൃഷ്ണൻ, SJFK സംസ്ഥാന ജനറൽ സെക്രട്ടറി KP വിജയകുമാർ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ, സെക്രട്ടറി LK ശ്രീദേവി, CP രാജശേഖരൻ, അരുൺ ഗണേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജനവാസ മേഖലയിൽ അറവു മാലിന്യം ഉൾപ്പെടെ തള്ളുന്നു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് മാലിന്യം തള്ളുന്നത്. റോഡരികിലും ജലാശയത്തിലും മാലിന്യം തള്ളുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു. പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജനവാസ മേഖലയിൽ അറവു മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ നടുമുരിപ്പ് വാർഡിൽ കുഴിക്കാട്, ഇടത്തറ, പാതിരിക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അറവു മാലിന്യം തള്ളുന്നത്. തെരുവുനായ ശല്യവും ദുർഗന്ധവും പക്ഷികൾ കിണറ്റിലുൾപ്പെടെ മാലിന്യം കൊണ്ടിടുന്നതും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അറവുശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് രാത്രിയുടെ മറവിൽ റോഡരികുകളിലും ജലാശയങ്ങളിലും തള്ളുന്നത്. ആരെങ്കിലും ചോദ്യം ചെയ്താൽ അനധികൃത കശാപ്പുകാരുടെ ഭീഷണിയും ഉണ്ടാകുന്നു. പത്തനാപുരം പഞ്ചായത്തിലെ നടുമുരിപ്പ് വാർഡിൽ നിരന്തരമായിട്ട് ഇങ്ങനെ അറവ് മാലിന്യങ്ങൾ തള്ളുന്ന ഒരു സ്ഥിതി ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പഞ്ചായത്തിലും അധികൃതർക്കും പരാതി നൽകി കുറച്ചൊക്കെ ശമനം കിട്ടിയതാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും പഴയതുപോലെ വീണ്ടും റോഡിലും തോടിൻ്റെ സൈഡുകളിലും മറ്റ് പുരയിടങ്ങളിലൊക്കെ അറവ് മാലിന്യങ്ങൾ ഇടുന്ന ഒരു സ്ഥിതി ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഇടപെട്ട് ഇതിന് ഒരു അറുതി വരുത്തണമെന്നും, ഇല്ലാത്ത പക്ഷം ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടുകാരും പ്രദേശവാസികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യവകുപ്പിലേക്കും പഞ്ചായത്തിലേക്കും സമരങ്ങൾ പോലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പോലീസിലും പഞ്ചായത്തിലും നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഫലം കണ്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാർ തയ്യാറെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിദേശത്തു നിന്നുള്ള മകളുടെ ഫോൺ വിളിയിൽ രക്ഷിതാക്കൾ ഉണർന്നതിനാൽ മോഷണ ശ്രമം പരാജയപ്പെട്ടു. പത്തനാപുരം പുതുവലിലാണ് സംഭവം. മൊബൈൽ ഫോണിൽ വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ മോഷ്ടാവിനെ കണ്ടതോടെയാണ് മകൾ രക്ഷിതാക്കളെ വിളിച്ചത്. വീട്ടുകാർ ഉണർന്ന് സമീപവാസികളെ വിളിച്ചു വരുത്തിയതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. വിദേശത്തു നിന്നും മകളുടെ ഫോൺ വിളി എത്തിയതോടെ വീട്ടുകാർ ഉണർന്നതോടെയാണ് മോഷണ ശ്രമം പരാജയപ്പെട്ടത്. പത്തനാപുരം പുതുവൽ താനൂർതറയിൽ റോയിയുടെ വീട്ടിലാണ് മോഷ്ടാവെത്തിയത്. വെള്ളിയാഴ്ച അർദ്ധരാത്രിയായിരുന്നു സംഭവം. ഞങ്ങൾ ഇന്നലെ ഉറക്കമായിരുന്നു. അപ്പോൾ രാത്രി 12:30-1 മണി ആയപ്പോഴാണ് മോള് ദുബായിൽ നിന്ന് വിളിച്ച് പറഞ്ഞു. അവൾ ക്യാമറയിൽ ഇങ്ങനെ നോക്കിയപ്പം കണ്ട്. എന്നിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഈ ബാക്കിൽ കള്ളം വന്നേക്കുന്നു, പപ്പായിട്ട് എണ്ണീച്ച് ലൈറ്റ് ഇടാൻ പറയാം. അപ്പോൾ ചോദിച്ചാൽ എണ്ണീച്ച് ലൈറ്റ് ഇട്ടു. ഫുള്ള് ലൈറ്റ് ഇട്ട് ഇരുവശങ്ങളിലും കിടക്കുന്ന വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു
അവർ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കാണാനില്ല. അന്നേരം നമുക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇവന് ഈ പായ്ക്ക് കൂടെ നടക്കുന്നതും മതിൽ നനയ്ക്കുന്ന കല്ലിൻ്റെ പുറത്തൂടെ മതിലേ കയറി ഇങ്ങനെ ചാടി അപ്പുറത്തൂടെ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ലൈറ്റ് എല്ലായിടും ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എങ്ങോട്ട് പോയി എന്തോന്നൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ വിദേശത്തുള്ള മകൾ കണ്ടു. മകൾ മാതാപിതാക്കളെ വിവരമറിയിച്ചു. വീട്ടുകാർ ഉണർന്ന് ലൈറ്റ് ഇടുകയും സമീപവാസികളെ ഫോണിൽ വിളിക്കുകയും ചെയ്തതോടെ മോഷ്ടാവ് ഓടി മറയുകയായിരുന്നു. മോഷ്ടാവെത്തിയ വീടിന് സമീപത്ത് മാസങ്ങൾക്ക് മുമ്പ് വൃദ്ധമാതാവും സഹായിയും മാത്രമുള്ള വീട്ടിൽ മാരകായുധങ്ങളുമായി എത്തിയ മോഷ്ടാവ് വാതിൽ കുത്തിപ്പൊളിച്ച സംഭവമുണ്ടായി. അന്നും വാതിൽ പൊളിക്കുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതര സംസ്ഥാനക്കാരാണ് മോഷ്ടാക്കളെന്നാണ് സംശയം. അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പുതുവൽ പ്രദേശം. അതുകൊണ്ട് തന്നെ പലപ്പോഴും പോലീസ് എത്താനും വൈകുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സംസ്ഥാനത്ത് വേനൽ ചൂട് കൂടുന്നു. പാലക്കാടും പുനലൂരും വെന്തുരുകുകയാണ്. പാലക്കാട് 40.1 ഡിഗ്രി സെൽഷ്യസും പുനലൂരിൽ 39.8 ഡിഗ്രി സെൽഷ്യസും ചൂട് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് 12 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ 12 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് താപനില മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ജില്ലയിലാണ് റെക്കോർഡ് ചൂട് കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടത്. 40.1 ഡിഗ്രി സെൽഷ്യസാണ് പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയ ചൂട്. സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 3.4 ഡിഗ്രി അധികമാണ്. കൊല്ലം ജില്ലയിലെ പുനലൂരും വെന്തുരുകുകയാണ്. 39.8 ഡിഗ്രി സെൽഷ്യസാണ് ഇവിടെ രേഖപ്പെടുത്തിയ താപനില. ചൂട് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് താപനില മുന്നറിയിപ്പ് നൽകി. അൾട്രാവയലറ്റ് രശ്മികളുടെ അളവ് കൂടുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പകൽ 10 മുതൽ 3 മണി വരെയാണ് അൾട്രാവയലറ്റ് സൂചിക ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. ഈ സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. പുറംജോലികളിൽ ഏർപ്പെടുന്നവർ, മത്സ്യത്തൊഴിലാളികൾ, ബൈക്ക് യാത്രികർ, വിനോദസഞ്ചാരികൾ എന്നിവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. ശരീരം മുഴുവൻ മറയുന്ന ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. പുറത്തിറങ്ങുമ്പോൾ കുട, തൊപ്പി, സൺഗ്ലാസ് എന്നിവ നിർബന്ധമായും കരുതുക. യാത്രകൾക്കിടയിൽ കൃത്യമായ ഇടവേളകളിൽ തണലിൽ വിശ്രമിക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക. ചർമ്മരോഗമുള്ളവർ, അർബുദ രോഗികൾ, കുട്ടികൾ, പ്രായമായവർ എന്നിവർ വെയിൽ ഏൽക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയും പുലർത്തണം. മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിലും ജലാശയങ്ങൾക്കും മണൽപ്രദേശങ്ങൾക്കും സമീപം അൾട്രാവയലറ്റ് പ്രതിഫലനം കൂടുതലായിരിക്കുമെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. എഴുകോൺ വാളായിക്കോട് ഇടക്കിടം റോഡ് മാലിന്യ കൂമ്പാരമാകുന്നു. ഇടക്കിടത്തു നിന്നും വേഗത്തിൽ എഴുകോൺ എത്താൻ കഴിയുന്ന പ്രധാന റോഡാണിത്. റോഡിന് ഇരുവശത്തും മാലിന്യങ്ങൾ ചാക്കുകളിലും പ്ലാസ്റ്റിക് കവറുകളിലും കെട്ടിത്തള്ളിയ നിലയിലാണ്. മാലിന്യങ്ങൾ തെരുവ് നായ്ക്കൾ കടിച്ചുകീറി റോഡിലിട്ടിരിക്കുന്ന നിലയിലാണ്. വാളായിക്കോട് ഇടക്കിടം റോഡിലാണ് മാലിന്യങ്ങൾ നിറയുന്നത്. ഇടക്കിടത്തു നിന്നും വേഗത്തിൽ എഴുകോണിലെത്താൻ കഴിയുന്ന പ്രധാന റോഡാണിത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ ഇരുഭാഗത്തും മാലിന്യങ്ങൾ ചാക്കുകളിലും പ്ലാസ്റ്റിക് കവറുകളിലും കെട്ടിത്തള്ളിയ നിലയിലാണ്. ഈ മാലിന്യങ്ങൾ തെരുവു നായ്ക്കൾ കടിച്ചുകീറി റോഡിലിട്ടിരിക്കുന്നത് പതിവ് കാഴ്ചയാണ്. അസഹനീയമായ ദുർഗന്ധം മൂലം കാൽനടയാത്രയും ദുഷ്കരമാണ്. പ്രദേശത്ത് തെരുവുനായ ശല്യവും രൂക്ഷമാണ്. എഴുകോൺ, കരീപ്പറ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന വഴിയായതിനാൽ ഇരു പഞ്ചായത്ത് അധികൃതരും ഇത് ശ്രദ്ധിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. നിരവധി തവണ പരാതി പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. തെരുവുനായകളുടെ ശല്യം മൂലം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഭയന്നാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. ഇവിടെ മാലിന്യം തള്ളുന്നതിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാരുമൂട് യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. ഭാരവാഹികളെയും പൊതുയോഗം തിരഞ്ഞെടുത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാരുമൂട് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗമാണ് സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് കുടുംബസംഗമവും നടന്നു. സംസ്ഥാന സെക്രട്ടറി സബൽ രാജ് ഉദ്ഘാടനം ചെയ്തു. GST വന്നു കഴിഞ്ഞപ്പോ ഇവിടെ കൊണ്ട് തീരില്ല. പിന്നെയോ നമുക്ക് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയെ കാണണം. ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയുടെ സ്ഥാനം എത്രയാ? പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രി, 4ാം സ്ഥാനം ആർക്കാ? ഇന്ത്യയുടെ ധനകാര്യമന്ത്രിക്ക്. ആ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയുടെ ഫോണിലേക്ക്, പേഴ്സണൽ നമ്പറിലേക്ക് ഞാൻ രാജു അപ്സര എന്ന് പറയേണ്ടി വരുന്നില്ല. വിളിക്കുമ്പോ വളരെ നല്ല രീതിയിൽ തമിഴ് സംസാരിക്കുന്ന ഇന്ത്യയുടെ ഭാരതത്തിന്റെ ധനകാര്യമന്ത്രി രാജുവാ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ ഏകോപന സമിതിയെ കൊണ്ട് എത്തിക്കുവാൻ കഴിഞ്ഞെങ്കിൽ വ്യാപാര സമൂഹത്തിന്റെ അഭിമാനമാണ് എന്ന് മനസ്സിലാക്കണം. ജനറൽ സെക്രട്ടറി ഗിരീഷ് അമ്മ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മണിക്കുട്ടൻ ജി സ്വാഗതവും
എബ്രഹാം വർഗീസ് കണക്കും അവതരിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് രാജു അപ്സര അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അന്നത്തെ ദേശീയ പ്രസിഡന്റ് ശ്യാംലാരി മിശ്രയും ഞാനും അടക്കമുള്ളവർ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 18 പ്രാവശ്യം GST കൗൺസിൽ കൂടുകയും പല മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. തുടർന്ന് 40 ലക്ഷം രൂപ വരെ വിറ്റുവരവുള്ളവർ GST രജിസ്ട്രേഷൻ വേണ്ട എന്ന് തീരുമാനമെടുപ്പിച്ചു. ഇത് നമ്മൾ ലോകരാജ്യങ്ങൾ പരിശോധിക്കുമ്പോൾ 40 ലക്ഷം രൂപ വരെ വിറ്റുവരവുള്ള വ്യാപാരികൾ രജിസ്ട്രേഷൻ വേണ്ടാതെ ലോകത്ത് നിയമമുള്ള ഏക രാജ്യം ഭാരതമാണ്. രാജു അപ്സരയെ യൂണിറ്റ് പ്രസിഡന്റായും ഗിരീഷ് അമ്മയെ ജനറൽ സെക്രട്ടറിയായും എബ്രഹാം വർഗീസിനെ ട്രഷററായും വാർഷിക പൊതുയോഗത്തിൽ തെരഞ്ഞെടുത്തു. യൂത്ത് വിംഗ്, വനിതാ വിംഗ് ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. യോഗക്ഷേമ സഭ ചവറ ഉപസഭ വേനൽക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. ശങ്കരാചാര്യ ജയന്തി അനുസ്മരണവും നടത്തി. പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. യോഗക്ഷേമ സഭ ചവറ ഉപസഭയുടെ നേതൃത്വത്തിലാണ് കളിയും കാര്യവും വേനൽക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചത്. ശങ്കരാചാര്യ ജയന്തി അനുസ്മരണവും നടത്തി. ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. യോഗക്ഷേമ സഭ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഹരികുമാർ ശർമ്മ ശങ്കരാചാര്യ ജയന്തി അനുസ്മരണവും പുരസ്കാര വിതരണവും നിർവഹിച്ചു. ലോകത്ത്, അതായത് ബ്രഹ്മസ്വം നശിക്കാതിരിക്കണം, ബ്രാഹ്മണ്യം എന്ന് പറയുമ്പോൾ ഒരു മതത്തെ അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, നമ്മളിലുള്ള ചൈതന്യം, ബ്രഹ്മമായിരിക്കുന്ന ചൈതന്യം, അതിനെ സംരക്ഷിക്കണം. സഭയ്ക്ക് ധനാഗമ മാർഗങ്ങൾ ഉണ്ടാവണം. ഇങ്ങനെ ചെറുമുക്ക് വൈദികന്റെ മഠത്തിൽ വെച്ച് ആലുവയുടെ പുഴയുടെ തീരത്ത് നമ്മുടെ സംഘം രൂപം കൊണ്ടു. ആദ്യത്തെ പേര് നമ്പൂതിരി യോഗക്ഷേമ സഭ. നമ്പൂതിരി യോഗക്ഷേമ സഭ 1908 രൂപം കൊണ്ടു. 1909 അതിന്റെ നിയമാവലി വന്നു. ഇപ്പം നമ്മൾ ആഘോഷിച്ചത് രജിസ്ട്രേഷൻ ദിനമാണ്. അതായത് 1976 ഏപ്രിൽ 7-ാം തീയതി വിശാല യോഗക്ഷേമ സഭ അത് നിലവിൽ വന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ യോഗക്ഷേമ സഭ. ഇന്നത്തെ യോഗക്ഷേമ സഭയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ആരൊക്കെ ഷോഡശ സംസ്കാരം സ്വീകരിച്ച് മുൻപോട്ട് പോകുന്നുവോ അവരെ എല്ലാം അംഗങ്ങളാക്കാം. അവരുടെ എല്ലാം സമന്വയമാണ് യോഗക്ഷേമ സഭ. ഉപസഭാ പ്രസിഡന്റ് ഗിരീഷ് നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ഉപസഭ ജോയിന്റ് സെക്രട്ടറി ശ്രീരാജ് നമ്പൂതിരി സ്വാഗതം പറഞ്ഞു. ശങ്കരാചാര്യ ജയന്തിയോടനുബന്ധിച്ച് ഗുരുവന്ദനത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് ക്ലാസ് എടുത്തവരെ ആദരിച്ചു. ജില്ലാ ട്രഷറർ സുരേഷ് കുമാർ ഡി, ഉപസഭാ സെക്രട്ടറി മനോജ് നമ്പൂതിരി, വനിതാ സഭാ പ്രസിഡന്റ് രാജലക്ഷ്മി, സെക്രട്ടറി കൃഷ്ണജ, ട്രഷറർ മണിക്കുട്ടൻ പോറ്റി, ഗോപകുമാർ ചേന്നാട്ടുമഠം, അരുൺ മോഹൻ, ഹർഷൻ നമ്പൂതിരി, ജയശ്രീ മോഹൻ, ശ്രീജിത്ത് നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ചൂട് കനത്തതോടെ ചെറുനാരങ്ങയുടെ വില കുതിക്കുന്നു. നിലവിൽ 1 കിലോ ചെറുനാരങ്ങയ്ക്ക് 200 രൂപയാണ് വില. ഒരു മാസം മുൻപ് 120 രൂപ വിലയുണ്ടായിരുന്ന നാരങ്ങയാണ് 80 രൂപ വർദ്ധിച്ച് 200-ൽ എത്തിയത്. നാരങ്ങ വെള്ളത്തിനും വില വർദ്ധിച്ചിട്ടുണ്ട്. വേനലിൽ ചൂട് കനത്തതോടെയാണ് ചെറുനാരങ്ങയുടെ വില കുത്തനെ വർദ്ധിച്ചത്. നാരങ്ങ വെള്ളത്തിനും വില വർധനവുണ്ട്. വേനൽ കടുത്തതോടെയും നാരങ്ങയുടെ വരവ് കുറഞ്ഞതോടെയുമാണ് ചെറുനാരങ്ങയുടെ വില കുത്തനെ കൂടിയത്. ഒരു മാസം മുമ്പ് 120 മുതൽ 130 രൂപ വരെ വിലയുണ്ടായിരുന്ന നാരങ്ങയ്ക്ക് നിലവിലെ വില 200 രൂപയാണ്. ഒറ്റ മാസം കൊണ്ട് 80 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഉപഭോഗം വർദ്ധിച്ചതും നാരങ്ങയുടെ ഉൽപാദനം കുറഞ്ഞതും വില വർധനവിന് കാരണമാണെന്ന് കച്ചവടക്കാർ പറയുന്നു. 1 കിലോ നാരങ്ങ ഇപ്പോഴത്തെ മാർക്കറ്റ് 200 കൊണ്ട് നല്ല നാരങ്ങ, അതിന്റെ ചെറുതുകൊണ്ട് 140 രൂപ. വേനൽ കാലമായതുകൊണ്ട് വില കൂടുതൽ, നാരങ്ങ വില കുറവും. പിന്നെ കല്യാണ സീസണും ഒക്കെ ആയതുകൊണ്ട് നാരങ്ങ കുറവാണ്. അപ്പം പുളിയൻകുടി എന്ന് പറയുന്ന നാരങ്ങ, പുളിയൻകുടി ശങ്കരൻകോവിൽ ഈ വില കുറയും. 2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് വില കുറയും. മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് വരവ് കുറവാണ് നാരങ്ങ. ചൂടുകാലമായതിനാൽ നാരങ്ങാ വെള്ളത്തിനും ചെലവേറി. വിവാഹ സീസണായതും വില വർധനവിന് കാരണമാണ്. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമാണ് പ്രധാനമായും കേരളത്തിലേക്ക് ചെറുനാരങ്ങ എത്തുന്നത്. നാരങ്ങാ വെള്ളത്തിന് 10 രൂപയുണ്ടായിരുന്നത് ചിലയിടങ്ങളിൽ 15ഉം 20ഉമായി വർദ്ധിച്ചിട്ടുണ്ട്. സോഡ ഒഴിച്ച് നൽകുന്ന നാരങ്ങാ വെള്ളത്തിന് ചില കേന്ദ്രങ്ങളിൽ ഇപ്പോൾ 25 രൂപയാണ് വില. 2 മാസം കഴിയുമ്പോഴേക്കും നാരങ്ങയുടെ വില കുറയുമെന്നാണ് കച്ചവടക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. KCBC മദ്യവിരുദ്ധ സമിതി കൊല്ലം രൂപതാ കമ്മിറ്റി രജത ജൂബിലി ആഘോഷം 12 മുതൽ 19 വരെ നടത്തും. 12-ന് കൊല്ലം ശുദ്ധീകരണ മാതാ ദേവാലയത്തിൽ മുൻ വികാരി ജനറൽ വിൻസെന്റ് മച്ചാഡോ ജൂബിലി പതാക കൈമാറും. 18-ന് ലഹരി വിരുദ്ധ പ്രവർത്തന സംഗമം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
KCBC മദ്യവിരുദ്ധ സമിതി കൊല്ലം രൂപത കമ്മിറ്റിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ ഏപ്രിൽ 12 മുതൽ 19 വരെ നടക്കും. 12-ന് പോർട്ട് കൊല്ലം ശുദ്ധീകരണ മാതാ ദേവാലയത്തിൽ രൂപത മുൻ വികാരി ജനറൽ വിൻസെന്റ് മച്ചാഡോ ജൂബിലി പതാക കൈമാറി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. 13-ന് തലമുകൾ സെന്റ് അഗസ്റ്റിൻ ഇടവക ദേവാലയത്തിൽ മരണമടഞ്ഞ ലഹരിവിരുദ്ധ പ്രവർത്തകർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ദിവ്യബലിയും അനുസ്മരണ യോഗവും നടക്കും. 14-ന് തോപ്പ് കായിക്കര സെന്റ് ആന്റണീസ് കുരിശടിയിൽ ബോധവൽക്കരണ സമ്മേളനവും ലഹരിവിരുദ്ധ ജനജാഗ്രത ജ്യോതി തെളിക്കലും ഉണ്ടാകും. ഇടവക വികാരി ഫാദർ വർഗീസ് പൈനാടത്ത് അധ്യക്ഷത വഹിക്കും. സമിതി ഡയറക്ടർ ഫാദർ ബിനു തോമസ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കൊല്ലത്ത് അറിയിച്ചു. 17-ന് ലഹരി വിമുക്തരുടെ കുടുംബ കൂട്ടായ്മ നടത്തും. 18-ന് അരവിള സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിൽ നടത്തുന്ന ലഹരിവിരുദ്ധ പ്രവർത്തക സംഗമം ഫാദർ ലാസറസ് പട്ടകടവ് ഉദ്ഘാടനം ചെയ്യും. ജൂബിലി സമാപന ദിനമായ 19-ന് രൂപതയിലെ എല്ലാ ദേവാലയങ്ങളിലും ജൂബിലി അറിയിച്ചുകൊണ്ടുള്ള രൂപതാധ്യക്ഷൻ സന്ദേശം ഇടയലേഖനം വായിക്കും. വൈകിട്ട് 5-ന് കത്തീഡ്രൽ ദേവാലയത്തിൽ നടത്തുന്ന ആഘോഷമായ സമൂഹബലിക്ക് കൊല്ലം ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ജൂബിലി സമ്മേളനത്തിൽ ബിഷപ്പ് ഡോക്ടർ ജോസഫ് സ്മാരക ലഹരിവിരുദ്ധ പുരസ്കാരം സമർപ്പണവും മുതിർന്ന ലഹരിവിരുദ്ധ പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്യും. KCBC മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ ഫാദർ ബിനു തോമസ് തുപ്പാശ്ശേരി, പ്രസിഡന്റ് യോഹന്നാൻ ആന്റണി, ജനറൽ സെക്രട്ടറി AJ ഡിക്രൂസ് എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. കീഴിൽ പ്രവർത്തിക്കുന്ന കൊല്ലം രൂപത ആസ്ഥാനമാക്കിയ മദ്യവിരുദ്ധ കമ്മീഷന്റെ 25 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ജൂബിലി ആഘോഷങ്ങളെ കുറിച്ച് സംസാരിക്കുവാനാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരള പൊതുസമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ലഹരി വസ്തുക്കളുടെ അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗം, പ്രത്യേകിച്ച് കുടുംബങ്ങളെയും വളർന്നു വരുന്ന തലമുറകളെയും വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ബാധിക്കുന്നു എന്നുള്ള ഒരു വലിയ സത്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കേരള സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കിന്നറിയാം, മദ്യത്തിൻ്റെ ഉപയോഗവും ലഭ്യതയും വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. മദ്യത്തെക്കാളും വളരെ വെല്ലുവിളിയും ഭീഷണിയും നിറഞ്ഞ ലഹരി വസ്തുക്കളുടെ കടന്നുവരവ് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വലിയ സാമൂഹിക വിപത്തുകൾക്കെതിരെ കൊല്ലം രൂപത മദ്യവിരുദ്ധ സമിതി കഴിഞ്ഞ 25 വർഷമായിട്ട് സന്ധിയില്ലാ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ പദ്ധതികൾ യുവജനങ്ങൾക്കും കുടുംബങ്ങൾക്കുമൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ട് മദ്യത്തിനും ലഹരി വസ്തുക്കൾക്കും അടിമകളായ വ്യക്തികളെയും ഈ അടിമത്വം മൂലം ശിഥിലമായ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കുക, അവർക്ക് ആശ്വാസമാവുക, ആ വേദന നിറഞ്ഞ ഇടങ്ങളിലൊക്കെ കാരുണ്യത്തിൻ്റെ ഒരു സാമീപ്യമാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മദ്യവിരുദ്ധ സമിതി കൊല്ലം രൂപത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. 13 വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നലിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 13 വരെയാണ് ഇടിമിന്നലോട് കൂടിയ മഴ തുടരാൻ സാധ്യതയുള്ളത്. ഇടിമിന്നലിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഇടിമിന്നൽ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്തു തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുതെന്നും വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യരുതെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്. ചവറ തെക്കുംഭാഗം പനക്കെട്ടോടിൽ ഭഗവതി ക്ഷേത്രത്തിൽ കന്യാവിനെ തെരഞ്ഞെടുത്തു. താലപ്പൊലി ഉത്സവത്തിന്റെ ഭാഗമായാണ് കന്യാവിനെ തെരഞ്ഞെടുത്തത്. തെക്കുംഭാഗം ഇടയിലെ വീട്ടിൽ രാഹുൽ ഷീബ ദമ്പതികളുടെ മകൾ അമൃത രാഹുലാണ് കന്യാവ്. പാവുമ്പ ക്ഷേത്രത്തിലെ കന്യാവായി പുത്തൻ സങ്കേതം കുഴിഞ്ഞിയിൽ പ്രാർത്ഥന തിരഞ്ഞെടുക്കപ്പെട്ടു. ചവറ തെക്കുംഭാഗം പനക്കെറ്റോടിൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവത്തിൽ പങ്കെടുക്കുന്ന കന്യാവിനെയാണ് തെരഞ്ഞെടുത്തത്. ക്ഷേത്രം നിൽക്കുന്ന കരയിൽ നിന്നുള്ള ബാലികയെ കന്യാവായി വാദിച്ചാണ് താലപ്പൊലിയിൽ പങ്കെടുപ്പിക്കുന്നത്. ഇത്തവണത്തെ കന്യാവായി തെക്കുംഭാഗം ഇടയിലെ വീട്ടിൽ രാഹുൽ ഷീബ ദമ്പതികളുടെ മകൾ അമൃത രാഹുലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ദീപാരാധനയ്ക്ക് ശേഷം നടന്ന നറുക്കെടുപ്പിൽ 12 ബാലികമാരാണ് പങ്കെടുത്തത്. ഇവരിൽ നിന്നുമാണ് അമൃത രാഹുലിനെ കന്യാവായി തെരഞ്ഞെടുത്തത്. പാവുമ്പ ക്ഷേത്രത്തിലെ കന്യാവായി പുത്തൻ സങ്കേതം കുഴിഞ്ഞിയിൽ പ്രാർത്ഥനയെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. തീരദേശ മേഖലയായ ഇരവിപുരത്ത് കുടിവെള്ളമില്ല. 2 ആഴ്ചയായി ജനങ്ങൾ ദുരിതത്തിൽ. 300-ലധികം കുടുംബങ്ങൾ വെള്ളമില്ലാതെ വലയുന്നു. പമ്പ് സെറ്റിന്റെ തകരാറെന്ന് അധികൃതർ. മോഷണശ്രമം പരാജയപ്പെട്ടത് വിദേശത്തു നിന്നുള്ള മകളുടെ ഫോൺ വിളി. പത്തനാപുരം പുതുവലിലാണ് സംഭവം. വീട്ടുകാർ സമീപവാസികളെ വിളിച്ചു വരുത്തിയതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. ജനവാസ മേഖലയിൽ അറവു മാലിന്യം തള്ളുന്നു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് മാലിന്യം തള്ളുന്നത്. പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.